ഈ വിക്ടിം ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അവാർഡൊന്നും കിട്ടുന്നില്ല എന്നും നമ്മൾ പാവമായതുകൊണ്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ എൻ്റെ പാവമായ മകൻ, എൻ്റെ പാവമായ ഭർത്താവ്, മകൾ, ഓൾ ഓഫ് ഇറ്റ്. ഇതെന്തിനാ അവർ ചെയ്യുന്നേ? ഇറ്റ്സ് എ വെരി സിമ്പത്തറ്റിക് പ്ലീ ഫോർ ഹെൽപ്പ്. ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാവും ഇവര്. എല്ലാവർക്കും വേണ്ടി സംരക്ഷിക്കാൻ പോവും, ഓവർ പ്രൊട്ടക്ടേഴ്സ് ആവും. അവർ വലുതായി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിനെ അമ്മായിമിൽ നിന്ന് സംരക്ഷിക്കുന്ന മരുമക്കളാവും. ഇൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദിസ് ദേ ബിക്കം എ വിക്ടിം. എല്ലാതരം ഡിസ്ഫങ്ഷണൽ റിലേഷൻഷിപ്പ് പാറ്റേൺസ്. അപ്പോൾ ഇവരെന്നും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ഇവരായിരിക്കും നമ്മളറിയപ്പെടുന്ന ഏറ്റവും നന്മ മരങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന, ബാക്കിയുള്ളവരെല്ലാവരും സഹായിക്കുന്നു, പക്ഷെ എൻ്റെ വീട്ടിലൊന്നുമില്ല. And the moment one of the spouse come out of this victim mood, become very empowered, other spouse will fall out of love. The moment victim understands, പ്രശ്നം സോൾവ് ആവും, എനിക്ക് ഇനി വിക്ടിമായിട്ട് ഇരിക്കാൻ പറ്റില്ല, അത് എക്സിറ്റ് ചെയ്യും. അപ്പം എന്ത് പറ്റും? ട്രയാങ്കിൾ ആംഗിൾസ് മാറും. റെസ്ക്യൂവർ ബിക്കം ദ വിക്ടിം. ആ വിക്ടിമായ ആൾക്കാരാണ് സീരിയലിൽ കാണുന്നത്. ഇത്രയും റെസനൻസ് നമ്മുടെ കേരളത്തിലുണ്ട് ആ വിക്ടിം ഹൂട്ടിന്. ഈ വിക്ടിം ആവാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ നമ്മുടെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ട സീരിയൽസ് അതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സ്ത്രീജന്മം, പുണ്യജന്മം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ, അതായത് എല്ലാത്തിലും സർവം സഹയായിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ട് അത് വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള, എല്ലാവരും അവരെ സ്നേഹിക്കും. ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും അവരെ പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടാവൂ. ആൻഡ് ഈ ഗുഡ് ഗേൾ ആവുക എന്നുള്ളത് അന്ന് തൊട്ടേ നമ്മളെ ബി എ ഗുഡ് ഗേൾ എന്നുള്ളതാണല്ലോ നമ്മുടെ പരിപാടി. ഗുഡ് ഗേൾ എന്ന് നമ്മൾ പറയും, കുട്ടികൾ ഗുഡ് ബോയ് അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ അതാവാനും പാരൻസിനെ പ്ലീസ് ചെയ്യാനും ഒക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ എവിടുന്നോ കിട്ടിയ പാറ്റേൺസ് ആയിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ നമ്മളെ തന്നെ ഈ കണ്ണീർ നായികയായിട്ട് കാണാനോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് പാവം ഞാൻ എന്നോട് സെൽഫായിട്ട് എംപതൈസ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ടെൻഡൻസി അറ്റ്ലീസ്റ്റ് നമ്മുടെയൊക്കെ ജനറേഷനിൽ ആൾക്കാർക്ക് ഉണ്ട്. ഇതിന്ന് ഈ വിക്ടിം ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അവാർഡൊന്നും കിട്ടുന്നില്ല എന്നും നമ്മൾ പാവമായതുകൊണ്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ഒരു സ്റ്റക്ക് ആയി നിൽക്കുന്ന പോയിന്റിലാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിക്കും ഓവർകം ചെയ്യുക? There is a concept called drama triangle. Okay, now tell me, ഒരു ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? 1 2 3. അതിലത്തെ മുകളിലത്തെ ഒരു ആംഗിളിൽ നമ്മൾ ഒരു പെർപെച്വേറ്റർ അല്ലെങ്കിൽ ജഡ്ജിനെ വെച്ചു, ഒരു ആംഗിളിൽ ഒരു വിക്ടിമിനെ വെച്ചു. ഈ ജഡ്ജ് ചെയ്യുന്ന വിക്ടിം. ഒരു ആംഗിള് റെസ്ക്യൂവറിനെ വെച്ചു. Now tell me, in this triangle, who gets the most attention? ആർക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുക? റെസ്ക്യൂ ചെയ്യാനാണ്. എക്സാക്ട്ലി കറക്റ്റ്, യു ആർ റൈറ്റ്. ഈ റെസ്ക്യൂയിങ് ആണ് ഈ ഒട്ടുമിക്ക സ്ത്രീജന്മം പുത്രജന്മം എന്ന് പറയുന്ന സീരിയൽ എല്ലാവരും ചെയ്യുന്നത്. എൻ്റെ പാവമായ മകൻ, എൻ്റെ പാവമായ ഭർത്താവ്, മകൾ, ഓൾ ഓഫ് ഇറ്റ്. ഇതെന്തിനാ അവർ ചെയ്യുന്നേ? അറ്റൻഷൻ കിട്ടാൻ, വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് എംപത്തറ്റിക്കലി വ്യൂ ചെയ്യണേ. ഇതിന് ആ ഒരു വിക്ടിം ഷെയിം ഒരിക്കലും ചെയ്യരുത്. വാട്ട് ഹാപ്പൻസ് നമ്മളിത് അറിയാണ്ടെടുക്കുന്ന പൊസിഷനാണ് റെസ്ക്യൂയിങ്. ഇപ്പം ഇത് കാരണം ഒരാളും ജന്മന റെസ്ക്യൂർ ആവില്ല. ഇതൊരു ഫാമിലി കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേരൻ്റ് ജഡ്ജ് ഉണ്ടാവും, ഒരു പേരൻ്റ് വിക്ടിമും ആയിരിക്കും. അതിൻ്റെ ഇടയിലാണ് റെസ്ക്യൂർ നിൽക്കുന്നുണ്ടാവുക, അതായത് ഒരു കുഞ്ഞ് നിൽപ്പുണ്ടാവുക. ഈ റെസ്ക്യൂർ ആവുന്ന കുഞ്ഞ് എന്തുകൊണ്ടായിരിക്കും ഇടയിൽ നിൽക്കുന്നുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? ഇത് ഉത്തരം തന്നെ കറക്റ്റ്. റെസ്ക്യൂറിന് കിട്ടുന്ന എന്താ സാധനം? അറ്റൻഷൻ. ഈ കുഞ്ഞാണ് വലുതായിട്ട് വലിയ വലിയ റെസ്ക്യൂവേഴ്സ് ആവുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് എങ്ങനെയാണ് അറ്റൻഷൻ കിട്ടിയേ? അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിന് ഇടയിൽ നിന്നപ്പോൾ. അപ്പോൾ ആ കുട്ടി പഠിച്ചു എന്ത്? മൈ ഡെഫിനിഷൻ ഓഫ് ലവ് ആൻഡ് വാലിഡേഷൻ എങ്ങനെയായിരിക്കണം? പെർഫോമിങ്. ആ കുട്ടി അറിഞ്ഞു ചെയ്യുന്നതാണോ? അല്ല. 2 പേരൻസ് തല്ലുകൂടുമ്പോൾ ഈ കുട്ടിക്ക് സ്പേസ് ഉണ്ടോ? ഇല്ല. അപ്പം ആ കുട്ടി റെസ്ക്യൂവർ ഓട്ടോമാറ്റിക്കലി ആവാണ്. കാരണം എന്നാൽ മാത്രമേ എന്നെ ഇവർ നോക്കൂ. ഇറ്റ്സ് എ വെരി സിമ്പത്തറ്റിക് പ്ലീ ഫോർ ഹെൽപ്പ്. നമ്മളതിനെ ഷെയിം ചെയ്യേണ്ട ഒരു കാര്യമല്ല അല്ലേ? അപ്പം ചെറുപ്പം മുതലേ പഠിച്ചു, അമ്മ കരയുമ്പോൾ കൂടെ ഇരിക്കുമ്പോഴും
അച്ഛൻ്റെ കൂടെ വാദം പ്രതിവാദം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി അച്ഛനോട് ചോദ്യം ചോദിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് വാലിഡേഷൻ കിട്ടിയിട്ടുള്ളത്. വാലിഡേഷൻ ഇസ് നത്തിങ് ബട്ട് അറ്റൻഷൻ. ഇത് മാത്രമല്ല, ഇതേ കുഞ്ഞ് വീട്ടിൽ എന്നും തല്ലുകൂടുന്ന അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പേരൻറ്റിൻ്റെ അടുത്ത് പോയിരുന്ന് സമാധാനിപ്പിക്കുന്ന രീതിയിൽ വെറുതെ ഇരിക്കാൻ അവർക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷെ അമ്മയോ അച്ഛനോ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ വെറുതെ കരഞ്ഞാൽ പോലും മതിയില്ലേ. ഈ കുഞ്ഞുങ്ങൾ നാളെ സ്കൂളിൽ പോയിട്ട് ഇത് തന്നെ കരയുന്ന കുട്ടികളുടെ ഫ്രണ്ടാവും. and they become their counselors, free therapist. പക്ഷെ ഇതിലെന്താ സംഭവിക്കണേന്ന് അറിയോ? ഐഡിയലി ഒരു കുഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അച്ഛനമ്മയും തല്ലിവിടുമ്പോൾ she herself is feeling lot of fear, herself is feeling lot of anger. ഇതൊന്നും അവൾ ഫീൽ ചെയ്യുന്നില്ല. ഒരമ്മയുടെ അച്ഛൻ്റെ വേദന മുഴുവൻ ഫീൽ ചെയ്യും. അപ്പോൾ അവളുടെ ആങ്കറും ഫിയർ ആരൊക്കെ ഫീൽ ചെയ്യും? അവളും തിന്നും, സപ്രസ് ചെയ്യും. ദെൻ ഷീൽ ബിക്കം ദ ബിഗ്ഗസ്റ്റ് ഫൈറ്റ്. ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാവും ഇവർ. എല്ലാവർക്കും വേണ്ടി സംരക്ഷിക്കാൻ പോവും, ഓവർ പ്രൊട്ടക്റ്റേഴ്സ് ആവും. അവർ വലുതായി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിനെ അമ്മായിമിൽ നിന്ന് സംരക്ഷിക്കുന്ന മരുമക്കളാവും. ഇൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദിസ് ദേ വിൽ ബിക്കം എ വിക്ടിം. അപ്പം നമ്മൾ അപ്പം ഈ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് ഈ കൺക്ലൂഷൻ പഠിക്കുന്നേ? അതായത് ഈ കുഞ്ഞ് എവിടെ നിന്നാണ് പഠിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ആ ഇമോഷൻസ് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്വന്തം വീട്ടിൽ നിന്ന്. ഇവരെവിടെ നിന്നാണ് സ്വയം അബാൻഡൻ ചെയ്യപ്പെടുന്നത്? സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പം വലുതാവുമ്പോൾ അതെല്ലായിടത്തും കാണും. ഇവരായിരിക്കും ലൈഫിൽ എന്നും സ്റ്റക്ക്. ആൻഡ് യൂഷ്വലി they'll have എല്ലാതരം ഡിസ്ഫങ്ഷണൽ റിലേഷൻഷിപ്പ് പാറ്റേൺസ്. അപ്പം ഇവരെന്നും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ഇവരായിരിക്കും നമ്മളറിയപ്പെടുന്ന ഏറ്റവും നന്മ മരങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന, ബാക്കിയുള്ളവരെല്ലാവരും സഹായിക്കുന്നു. പക്ഷെ എൻ്റെ വീട്ടിലൊന്നുമില്ല. ഇതുകൊണ്ടാണ് എനിക്കൊരു കോഫി പോലെ എനിക്ക് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ കാഫെ കോഫിയുടെയോ അല്ലെങ്കിൽ സ്റ്റാർബക്സിൽ പോകുമ്പോൾ എനിക്കൊരു കോഫി വാങ്ങിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത്. I can gift it to my mother, I gift it to my friends. I can even gift my spouse a very beautiful diamond ring, but can I buy myself? Because I don't know how to prioritize. And the funny part, Farah, I have seen in relationship therapy, people come with lot of awareness, relationship work ചെയ്യാൻ വേണ്ടിയിട്ട്. And the moment one of the spouse come out of this victim will become very empowered, other spouse will fall out of love. കാരണം എനിക്ക് വിക്ടിം അല്ലാത്ത ഭാര്യനെ അറിയില്ല സ്നേഹിക്കാൻ. സർവീസ് ചെയ്യാത്ത ആൾക്കാരെ അറിയില്ല. അങ്ങനെയും സംഭവിക്കുന്നു. You'll suddenly feel that this is not someone I know. വിക്ടിം ഒരു പ്രത്യേകതയുണ്ട് ഈ ട്രയാങ്കിളിൽ. വിക്ടിം ദ മൊമെന്റ് ഇപ്പം ഈ റെസ്ക്യൂർ പണിയെടുക്കുമല്ലോ, ജഡ്ജിനോടും സംസാരിക്കും, വിക്ടിമോടും സംസാരിക്കും, ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ഒരുമിപ്പിക്കാൻ വേണ്ടി വിക്ടിം നല്ലോണം പണിയെടുക്കും അല്ലേ. ദ മൊമെന്റ് വിക്ടിം അണ്ടർസ്റ്റാൻഡ്സ്, പ്രശ്നം സോൾവ് ആവും, എനിക്ക് ഇനി വിക്ടിമായിട്ടിരിക്കാൻ പറ്റില്ല, അത് എക്സിറ്റ് ചെയ്യും. അപ്പം എന്ത് പറ്റും? ട്രയാങ്കിൾ ആംഗിൾസ് മാറും. റെസ്ക്യൂവർ ബിക്കം ദ വിക്ടിം. യു വിൽ ഫൈൻഡ് ഭയങ്കര അമ്മായിമ്മ പ്രശ്നം, മരുമകൾ പ്രശ്നം, അമ്മാലപ്പൻ പ്രശ്നം, അവർ ഭയങ്കര മോശമായ ബോസാണ്, ആ ഫ്രണ്ട് എന്നെ ചതിച്ചു. ഹൂ ഗെറ്റ്സ് ദ ബ്ലെയിം? Rescuer is getting the blame because victim will exit. Over the period of time, rescuer പതുക്കെ victim ആവും. ആ വിക്ടിമായ ആൾക്കാരാണ് സീരിയലിൽ കാണുന്നത്. ഓക്കെ അതാണ് നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ കാണുന്നത്? വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്. somehow they are relating themselves. അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പൊ ഫറ തന്നെ യു ആർ ഇൻ ദ ഫിലിം ഫീൽഡ്, 100,000 സിനിമ കണ്ടു കാണും. പക്ഷെ ഡു യു റിമെമ്പർ എവറിത്തിങ്? ഇല്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ എന്തോ ഒരു റെസനൻസ് ഉള്ള സാധനം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ അത്രയും റെസനൻസ് നമ്മുടെ കേരളത്തിലുണ്ട് ആ വിക്ടിംഹുഡിന്. അവയർനെസ് എന്താ? നമ്മൾ ദ മൊമെന്റ് എൻ്റെ ഉള്ളിൽ ദ റെസ്ക്യൂർ പോകുന്നുണ്ട്. യു ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, സ്റ്റോപ്പ് യുവർ സെൽഫ്. വിക്ടിമിന് എന്നും ഒരു ജഡ്ജും റെസ്ക്യൂറും വേണം. അവയർനെസ് ഇസ് ഞാനൊരു റെസ്ക്യൂർ ആണ്, ഞാൻ വിക്ടിമാന്ന് കണ്ടോണ്ടിരിക്കാനുള്ള ഒരാളും വേണം, രക്ഷിക്കാൻ ഒരാളും വേണം, അല്ല ജഡ്ജ് ചെയ്യാൻ ഒരാളും വേണം. അപ്പം ഞാൻ തിരിച്ചറിയാണ് എൻ്റെ ഫ്രണ്ടിന് ഈ ടീച്ചറായിട്ട് പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് ടെൻഡൻസി എന്താ പോയി ഹെൽപ്പ് ചെയ്യണല്ലേ. പക്ഷെ ആ കുട്ടിക്ക് പോയി സംസാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി ചെയ്യുന്നില്ല. ഷീ ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു ഫോർ
her emotions. ഞാൻ എന്താ എന്നോട് പറയണം, ഇതിപ്പം ഞാൻ പ്രോബ്ലം ഏറ്റെടുത്ത് ചെയ്താൽ ഇവൾക്ക് എന്നും ഒരു ജഡ്ജ് വേണം, എന്നും ഒരു റെസ്ക്യൂവർ വേണം. ദ മൊമെന്റ് ഐ എം ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലം, ഷീ ഈസ് ഗോയിങ് ടു ലീവ് മീ. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ കോഷൻ. ഡോണ്ട് ജഡ്ജ് ഹെർ. ആ വിക്ടിം ഒരു പൊസിഷനിൽ എന്തെങ്കിലും കാരണം തോണ്ടിയിരിക്കുന്നതായിരിക്കാം. ഒരു ജഡ്ജ്മെൻറ്റും പാടില്ല, ആ പൊസിഷൻ എടുക്കാതിരിക്കുക. പക്ഷെ റെസ്ക്യൂസിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കൈ പിടിച്ച് വെക്കാൻ, ചെയ്യാതിരിക്കാം. ബിക്കോസ് അവരുടെ ടെൻഡൻസി നമുക്ക് വാലിഡേഷൻ വേണ്ടേ. ഇപ്പം ഞാനൊരു തെറപ്പിസ്റ്റായിട്ട് ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നത് പോലെ ഒരു വാലിഡേഷനാണ്. ഹ്യൂമൻ താനൊരു ഹ്യൂമൻ ആണെങ്കിൽ യു നീഡ് വാലിഡേഷൻ. ബിക്കോസ് പീപ്പിൾ ഓൾവേസ് സേ നിങ്ങൾ ബാക്കിയുള്ളവരുടെ വാലിഡേഷൻ. ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഐ എം സ്റ്റിൽ ക്രേവിങ് ഫോർ ദറ്റ് വാലിഡേഷൻ. അതായത് എൻ്റെ ആർട്ട് ആൾക്കാർ കാണാനും അതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കാനും വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ഐ എം ക്രേവിങ് ഫോർ ഇറ്റ്. അതിപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലാതെ ഏതൊരു മനുഷ്യനും ശരിക്കും ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ സ്നേഹവും വാലിഡേഷനും അപ്രിസിയേഷനും ഒക്കെ വേണമെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ വെൻ പീപ്പിൾ സേ ഓഫ് കോഴ്സ് ഡോണ്ട് ഡു തിങ്സ് ഫോർ വാലിഡേഷൻ, ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ യു ഡോണ്ട് നീഡ് എനി വാലിഡേഷൻ എന്നുള്ളത് എനിക്ക് പൊതുവേ ഐ ഡോണ്ട് ഗെറ്റ് ദറ്റ് പോയിന്റ്. ദാറ്റ്സ് എ ലൈ പീപ്പിൾ ടെൽ. യാ ഫസ്റ്റ് തിങ് ഞാൻ പറയും, സെൽഫ് അവയർനെസ്സിൻ്റെ ഭാഗമാണ് എല്ലാ ഇമോഷനും ഈക്വലി വാലിഡേറ്റ് ചെയ്യുക. ദർ ഇസ് നത്തിങ് റോങ് ഓർ റൈറ്റ്, ബ്ലാക്ക് ഓർ വൈറ്റ്, ഗുഡ് ഓർ ബാഡ്. കീപ്പ് ഇറ്റ് അവേ. എനിക്ക് ദേഷ്യം വന്നു, വാലിഡേറ്റ് ചെയ്യുക. എനിക്ക് കുശുമ്പ് വന്നു, എനിക്ക് എല്ലാവരോടും കുശുമ്പ്. ഫറയ്ക്ക് പ്രിൻസസ് ഡയാനോട് കുശുമ്പുണ്ടോ? ഇല്ല. ഫറയ്ക്ക് ഫറയുടെ അതേ സ്ട്രീം ലൈനിലുള്ള ആൾക്കാരോടായിരിക്കും, എൻ്റെ അതേ കപ്പാസിറ്റിയിലുള്ള ആൾക്കാരോടായിരിക്കും കുശുമ്പ്. അതിൻ്റെ അർത്ഥം എന്താ? കുശുമ്പ് ഇസ് എ വേ ഓഫ് ടെല്ലിങ്, ബ്രെയിൻസ് വേ ഓഫ് ടെല്ലിങ് യു കുഡ് ഓൾസോ ബിക്കം ദാറ്റ്. പക്ഷെ നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നെഗറ്റീവ് ഇമോഷൻ. അപ്പോൾ സംശയം മാറ്റുക. കുശുമ്പ് എനിക്ക് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ കോമ്പറ്റീഷൻ, ഇറ്റ്സ് ഹെൽത്തി കോമ്പറ്റീഷൻ. ദാറ്റ് ഇസ് ടെല്ലിങ് മീ, എനിക്കും ആ കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ അവിടെ എത്താം. ദാറ്റ്സ് ഹൗ യു ടീച്ച് എ ചൈൽഡ്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ കുശുമ്പ് ഇസ് എ വെരി ബാഡ് ഇമോഷൻ, നിനക്ക് അങ്ങനെ യു ആർ എ ബാഡ് പേഴ്സൺ എന്ന് ഇങ്ങനെ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികളെ. ദേഷ്യം പാടില്ല, കുശുമ്പ് പാടില്ല. ബട്ട് ദെൻ ദീസ് ആർ വെരി ഓർഗാനിക് ഇമോഷൻസ്. ഇത് നമ്മൾ ആർക്കെങ്കിലും ഫേക്ക് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങൾ? ഇല്ല. കുശുമ്പ് ഇസ് എ വെരി ഓർഗാനിക്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ ഇന്റൻഷനലി വേണമെന്ന് വെച്ചിട്ട് വരുന്നതും അല്ല, ഒന്നുമല്ല, ജസ്റ്റ് ഹാപ്പൻസ്. എക്സാക്ട്ലി. എനിക്കിപ്പോൾ എൻ്റെ ഫീൽഡ് ഏറ്റവും ഹയസ്റ്റ് ആളോട് കുശുമ്പ് തോന്നില്ല, ബിക്കോസ് ഐ നോ മൈ കപ്പാസിറ്റി. പക്ഷെ എൻ്റെ ലെവലിൽ കുറച്ചുകൂടി പൊങ്ങിയാലോട് തോന്നണം. ബിക്കോസ് ദാറ്റ്സ് മൈ സൈക്കി ടെല്ലിങ്, റോസ്മിൻ ഈസ് കേപ്പബിൾ ഓഫ് ദാറ്റ്, ലുക്ക് അറ്റ് ദാറ്റ്, യു ക്യാൻ ബിക്കം ദാറ്റ്, ദാറ്റ്സ് മൈ പുഷ്. അപ്പോൾ എല്ലാ ഇമോഷനായിട്ട് കാണുക. റോങ് റൈറ്റ് ബാഡ് ഗുഡ്, ആരും ഒന്നും പേർപ്പസ്ഫുള്ളി അല്ല ചെയ്യുന്നത്. എവ്രിബഡി, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാടാണ്, എവ്രിബഡി ഈസ് ഡൂയിങ് എ ബെസ്റ്റ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം. അമ്മയാണെങ്കിലും ഒരു കുഞ്ഞിനെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ദാറ്റ്സ് ദ ബെസ്റ്റ് ഷീ ക്യാൻ ഡു. ആൻഡ് നൗ ഐ റിയലൈസ് ഐ എം സ്റ്റക്ക്, അല്ലെങ്കിൽ ഇത് എന്നെ ബെനിഫിറ്റ് ചെയ്യുന്നില്ല, വാട്ട് ക്യാൻ ഐ ചേഞ്ച്? ആ ഒരു ചേഞ്ച്, ആ ഒരു ചിന്ത അവിടേക്ക് എത്തത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു സ്പേസിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ടെൻഡൻസി ഉണ്ടല്ലോ സമൂഹത്തിൽ, വിക്ടിം ഷെയിം ചെയ്യുക, ജഡ്ജ് നിലപ്പോൾ വെച്ച് ഷെയിം ചെയ്യുക, അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, എന്തൊരു മോശം. ഒരു ഗുണ്ട പോലും ജനിച്ച വർഷം ഗുണ്ടയാവുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലേ? സോ സ്റ്റോപ്പ് ടെല്ലിങ് വാട്ട് ഇസ് റോങ് വിത്ത് ഹിം. സ്റ്റാർട്ട് ആസ്കിങ്, അവൻ എന്ത് എക്സ്പീരിയൻസസ് കൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക ടു ബിക്കം ദിസ്. ഇതന്നെയാണോ ശരിക്കും ഫാമിലി കോൺസ്റ്റലേഷനിലും സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, നൗ ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സ്പേസ് ടു ബി, സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ പകുതി നമ്മുടെ അച്ഛനും പകുതി നമ്മുടെ അമ്മയാണെങ്കിൽ, നമ്മുടെ അച്ഛൻ്റെ പകുതിയും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പകുതി. അപ്പം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ജെനറ്റിക്സ് മാത്രമല്ല, അവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ നെർവസ് സിസ്റ്റം എടുക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ടോക്ക് തെറപ്പി എടുക്കുന്നു, നമ്മൾ ഹിപ്നോതെറപ്പിയിലേക്ക് പോകുന്നു, കണ്ടുപിടിക്കുന്നു ദിസ് ഇസ് ദ റീസൺ വൈ യു ആർ സ്റ്റക്ക്. കോച്ച് കുറച്ചു നേരം നമ്മൾ സെഷൻസിലൂടെ തന്നെ അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ടും നത്തിങ് ഈസ് മൂവിങ്, സംതിങ് ബിഗ്ഗർ ഈസ് ഹാപ്പനിങ്. ദാറ്റ്സ് വെൻ ഫാമിലി കോൺസലേഷൻ കംസ്.
സോ ഫാമിലി കോൺസെൻട്രേഷൻ തെറപ്പിയുടെ ഒരു പ്രത്യേകത, ഹിപ്നോതെറപ്പിയിൽ ഞാൻ ഫറേനെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ, ഹിപ്നോതെറപ്പിയിൽ ഫറേൻ്റെ സബ് കോൺഷ്യസിനെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ, ഫാമിലി കോൺസെൻട്രേഷൻ ഞാൻ ഫറേൻ്റെ ഫുൾ ലീനേജിൻ്റെ സബ് കോൺഷ്യസിനെ ആക്സസ് ചെയ്യും. Because you are a field, you are not one person. If you are half father, half mother, you are half grandfather, grandmother, a lineage എടുക്കും. Now how does this modality help? ജനറേഷനിലോളം പലർക്കും രോഗങ്ങളുണ്ടാവും. It started with asthma, allergy, now it's a cancer. ഒന്നും വേണ്ട. My father was alcoholic, my husband is alcoholic, my child's husband is alcoholic. ജനറേഷൻ ഇപ്പോൾ കോൺസ്റ്റലേഷന് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് കോൺസ്റ്റലേഷൻ അല്ലേ? നക്ഷത്രക്കൂട്ടം. ഓക്കെ. ആകാശത്തുള്ള ഒരു സ്റ്റാർ ഫാമിലി അല്ലേ? എല്ലാ സ്റ്റാർ ഫാമിലീസും ഒരേപോലെ അല്ലേ? എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫോർമേഷൻ ആയിരിക്കും അല്ലേ? ദേ ആർ എക്സിസ്റ്റിംഗ് ഇൻ സം കൈൻഡ് ഓഫ് അവിടെ തന്നെ എനർജിയിൽ. അപ്പം ഈ തെറപ്പി പറയുന്നത് എല്ലാ ഫാമിലിയും എല്ലാ സിസ്റ്റവും ഓരോ കോൺസ്റ്റലേഷനാണ് എർത്തിൽ. അപ്പം ഞാൻ അറിയാണ്ട് എൻ്റെ സിസ്റ്റത്തിൽ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജനറേഷനിൽ പോയിട്ട് അവരെ ഫോളോ ചെയ്യും. സോ ദാറ്റ് വി ആർ വൺ ഫാമിലി, വൺ സിസ്റ്റം. സോ യു വിൽ ഫൈൻഡ് അതായത് വസൂരി വന്ന സമയത്ത് ഏതെങ്കിലും പണ്ടൊക്കെ നമ്മൾ രോഗം വരുമ്പോൾ മാറ്റിക്കെടുത്തു അല്ലേ? അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര പ്രശ്നക്കാരനാ, കള്ളുകുടിയാണ്, അവരെ മാറ്റി നിർത്തും അല്ലേ? യു വിൽ ഫൈൻഡ് യു ക്യാൻ ചെക്ക് ഇൻ യുവർ ഫാമിലി ഓൾസോ, സെക്കൻഡ് ഓർ തേർഡ് ഓർ ഫോർത്ത് ജനറേഷൻ ആരെങ്കിലും ഇങ്ങനെ ഒരു ജന്മം എടുത്തിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ചെയ്യുന്നത്. ആൻഡ് യു ഓൾസോ ടെൽ, ഇത് തനി വല്യപ്പൻ്റെ പോലെ വരണേ, ഇത് തനി അച്ഛൻ്റെ പോലെ വരണേ, തനി അപ്പച്ചൻ്റെ പോലെ വരണേ. So he is just following that person so that you are one system. Sometimes even fertility. അമ്മ പ്രസവത്തിൽ മരിച്ചു. സോ ഇറ്റ് വാസ് എ വെരി പെയിൻഫുൾ ഡെത്ത്. നോബഡി കൺസിഡേർഡ് ഹെർ. എല്ലാവരും പറഞ്ഞു പ്രസവത്തിലൊക്കെ മരിക്കേ, ഇതൊക്കെ വലിയ കാര്യമാണോ, വേദന എടുത്തു. തേർഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ആരെങ്കിലും പറയും ഐ ഡോണ്ട് വോണ്ട് ടു ക്യാരി ദാറ്റ് പെയിൻ, ഐ മൈറ്റ് ആസ് നോട്ട് ബി കൺസീവിങ് അറ്റ് ഓൾ. അപ്പം ഞാൻ പറയും ഇറ്റ്സ് നോട്ട് യുവർ ഡ്യൂട്ടി. അഗൈൻ ക്യാരിങ്, റെസ്ക്യൂവർ, unknowingly carrying the burden. These children will carry it. Remember, you don't have to carry. When you are carrying somebody's burden, you are judging they are incapable. That's your ego. Adu love alla. Drop the judgment. If she can bear the child, she can carry it. Let it be. Over the period of time, something will happen. It's a very beautiful modality. Now, do you have a scientific explanation? I don't know. It's purely experiential. ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരെ ഫൊർഗീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ നമുക്ക് എല്ലാവർക്കും. Because one more dynamic towards this drama triangle is, നമ്മൾ ഒരാളെ റെസ്ക്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഔട്ട് ഓഫ് ലവ് എന്നാണ് ചിന്തിക്കുന്നത്, അല്ല. We are judging both of our parents. They're incapable of handling the problems. അപ്പൊ നമ്മൾ രക്ഷകരാവുന്നു. now that I'm a ego. ഈഗോക്ക് ഒരു ബൂസ്റ്റ് കിട്ടും. You're telling your mother you are a victim. Consciously you are thinking out of love. But subconsciously you're judging them. You're telling your mother you are incapable, so I will talk on behalf of your father. Alla. But you're forgetting you came through her. How can you ever become bigger than her? അമ്മയ്ക്ക് തന്നെ 9 മാസം കൊണ്ടു നടക്കാൻ സാധിച്ചുവെങ്കിൽ ആ വേദന അനുഭവിച്ചിട്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ബുദ്ധിമുട്ടാണോ? അല്ല. ബട്ട് ഈവൻ ആഫ്റ്റർ ദാറ്റ് ഷീ സ്റ്റേയിങ് ഇൻ ദാറ്റ് മാരേജ്, അമ്മയ്ക്ക് എന്തോ അവിടെ കിട്ടുന്നുണ്ട് ദാറ്റ് യു ഡോണ്ട് നോ. സോ വൈ ഡു യു ഹാവ് ടു കം ഇൻ ബിറ്റ്വീൻ ദം? സോ ദാറ്റ്സ് ദ ഈഗോ റെസ്ക്യൂർ ഹാസ് ടു പുട്ട് ഡൗൺ. അപ്പം എന്ത് പറ്റും, ഈ കുട്ടികൾ എല്ലാവരെയും പോയി റെസ്ക്യൂ ചെയ്യുന്ന എന്തിനാ പോണേ? ഇപ്പം ഐ എം സീയിങ് ഫറ യു ആർ ഇൻ പെയിൻ, ഞാൻ തന്നെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് എന്താ? ഐ എം ടെല്ലിങ് യു ആർ ഇൻകേപ്പബിൾ, ഐ എം ബെറ്റർ ദാൻ യു. സോ എല്ലാവരും ലവ് എന്ന് പറയുന്നത് ഷെയ്ഡ്സ് കണ്ട. നൗ ഈസ് ലവ് ദാറ്റ് ബാഡ്? നോ, ഇതൊക്കെ ഷെയ്ഡ്സാണ്. അപ്പം ലവിൻ്റെ ഷെയ്ഡ് തന്നെ ആങ്കർ, ലവിൻ്റെ ഷെയ്ഡ് തന്നെ ജലസി, ലവിൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഫിയർ. So it's all good, and good is also bad. Now this good is bad, no?
നമ്മൾ എല്ലാവരും ഈ സ്റ്റക്ക് എന്ന് പറയുന്നതിന് പകരം വേറെ പറയുന്ന ഒരു വാക്കാണ് ലൂപ്പ്, ഉം. ഒരു പാറ്റേൺ. ഉം. അങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പാറ്റേൺ എന്താണ്? ദിസ് വാസ് വൺ സ്പെസിഫിക് പാറ്റേൺ എന്ന് പറയില്ല. സോ ലൈക്ക് യു ആസ് മീ ബിഫോർ എന്താ കോറൂണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ അവസാനം അത് ഡൈ ഡൗൺ ചെയ്യുന്നത് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഐ എം നോട്ട് വർത്തി ഓഫ് ലവ്, ഐ എം സ്മോൾ, ഐ എം അങ്ങനത്തെ വേർഷൻസാണ്. അപ്പം ഈ സെൽഫ് വർത്തുമായിട്ട് റിലേറ്റ്. സെൽഫ് വർത്ത്, കോൺഫിഡൻസ്, അതിൻ്റെ വേറെ വേറെ മുഖങ്ങളാണ് ആങ്സൈറ്റി, ഫിയർ, ഷെയിം, ഗിൽറ്റ്, ഹെൽപ്ലെസ്നെസ്. ഇതെല്ലാം ആക്ച്വലി ഇറ്റ് ഈസ് ഓൾ സ്റ്റെമ്മിങ് ഫ്രം ദ ഐഡിയ ദാറ്റ് എനിക്ക് എന്നെ തന്നെ ട്രസ്റ്റ് ഇല്ല. ഇഫ് ഐ ട്രസ്റ്റ് മൈ സെൽഫ് എനിക്ക് എന്തിനേയും ഡീൽ ചെയ്യാൻ പറ്റില്ലേ, പിന്നെ ഞാൻ എന്തിനെ പേടിക്കണം, ഞാൻ എന്തിനും എന്നെ തന്നെ ഷെയിം ചെയ്യണം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് എല്ലാത്തിനും കൂടി ഇരിക്കാൻ പറ്റില്ല, ഞാൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും പിന്നെ ഞാൻ ഹെൽപ്ലെസ് ആവേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് ചിലപ്പോൾ സ്റ്റക്കായിട്ട് ഇരിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈഫിൽ എന്തായില്ലെങ്കിൽ എനിക്ക് എന്താ. സോ ഇറ്റ്സ് ഓൾ സ്റ്റെമ്മിങ് ഡൗൺ ടു ട്രസ്റ്റ്. നൗ ദ ബിഗ് ക്വസ്റ്റ്യൻ ഇസ് വെൻ ഡിഡ് ഐ ലൂസ് ദ ട്രസ്റ്റ് ഇൻ മീ അല്ലേ? Can you tell when did you lose your trust? I still trust myself so much. Good. Which is good for you. Not everybody gets that. Yeah. When does a child lose his trust? അല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടി വരുന്നത്. സോ വെൻ ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ സെൽഫ്, ഐ ഡോണ്ട് ട്രസ്റ്റ് ദ പ്രസൻറ്റ് ഓഫ് മീ, നാളെ ഉണ്ടാകുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് ട്രസ്റ്റ് ഇല്ല. അപ്പം ഞാൻ ആങ്ഷ്യസ് ആവും. അപ്പം എൻ്റെ മൈൻഡ് ഇവിടെയും അല്ല അവിടെയും അല്ല, ആ സ്പേസിലാണ് നമ്മളെല്ലാവരും. ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ തന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ 100% ഇവിടെ ഇരിക്കും അല്ലേ. ഐ വുഡൻ തിങ്ക് വാട്ട് ഈസ് മൈ ഫാമിലി ഡൂയിങ്, എൻ്റെ സെൻറ്റർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ, എൻ്റെ പി നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ, എൻ്റെ മെൻറ്റേഴ്സ് ചെയ്യുന്നുണ്ടോ, നത്തിങ്. പക്ഷെ നമ്മളൊരു ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് 100% എപ്പോഴും പ്രസൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബട്ട് സം പീപ്പിൾ ക്യാൻ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി കേട്ടോ. ദ തിങ് ഈസ് ഇഫ് യു ലെറ്റ് യുവർ ബ്രെയിൻ ട്രെയിൻ ലൈക്ക് ദാറ്റ് യു ക്യാൻ. പക്ഷേ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. ഒരു മനുഷ്യന് ജന്മന ട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇപ്പോഴാണ് പോയേ, എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളാരും ജനിച്ച വർഷം എന്നെ ആരെങ്കിലും ഭക്ഷണം തരൂ, എനിക്ക് ആരെങ്കിലും ഡ്രസ്സ് ഇട്ട് തരുമോ, ഒരു വറീസും ഒരു വറീസും ഉണ്ടായിരുന്നു. പിന്നെ നീ പറയുന്നേ, and when did we lost trust? As a child, at some point, എന്നെ ഉറുമ്പ് കടിച്ചപ്പോൾ ഞാൻ നന്നായി കരഞ്ഞപ്പോൾ എന്നെ നോക്കേണ്ട ആൾക്കാരെന്നെ നോക്കിയിട്ടുണ്ടാവില്ല. They might be busy in something. പക്ഷെ ചൈൽഡ് പെർസീവ്ഡ് സംതിങ് ഈസ് റോങ് വിത്ത് മീ. ഞാൻ പറയുന്നുണ്ട് എൻ്റെ അമ്മോട്, അമ്മ ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ അമ്മ ലൈക്ക് യു ഹാവ് ഡൺ ഇറ്റ്, ഐ എം വെരി ഷുവർ. വാട്ട് ഇസ് എ ചൈൽഡ് പെർസീവ്? എന്നെ ഉണ്ടാക്കി എന്നേക്കാൾ വലിയ ഒരു സ്ത്രീ എന്നോട് പറയാണ് ഐ ഹാവ് ഡൺ ഇറ്റ്, പക്ഷെ എനിക്കറിയാം ഞാൻ ചെയ്തിട്ടില്ല. whom do you think a child will believe? അമ്മേനെ. there you lost trust. അപ്പം എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല. അങ്ങനെ പല ഇൻസിഡൻറ്റ് ഇട്ടാ. ഇതൊന്നും ആരും ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ഒരു പേരൻറ്റും ഇമ്പാക്റ്റ് ഉണ്ട്. ബിഗ്ഗസ്റ്റ് പാറ്റേൺ ഇസ് ഐ എം നോട്ട് ഇനഫ്. ദാറ്റ് ഇസ് റൂട്ടിങ് ഡൗൺ ടു ഷെയിം ആൻഡ് ഫിയർ. ഇതൊക്കെ വരുന്നത് ഈ പ്രായത്തിൽ. അവനവനെ വിശ്വാസം ഇല്ലാത്തടത്തുനിന്നാണ് ഇത് വരുന്നത്. എല്ലാം അതിന് ഇത്രയും കുഞ്ഞ് ഇൻസിഡന്റ് ഇസ് മോർ ദാൻ ഇനഫ് ടു സ്റ്റാർട്ട് ഡൗട്ടിങ് യുവർ സെൽഫ് എന്നുള്ളതാണ് അല്ലേ? എക്സാക്ട്ലി. അത് മാത്രമല്ല, വെൻ ഐ ലൂസ് ട്രസ്റ്റ് ഓൺ മൈ സെൽഫ്, ഐ ലൂസ് ട്രസ്റ്റ് ഓൺ മൈ പേരൻസ് ഓൾസോ. അപ്പം സംബഡി ഹൂസ് വെരി സെൽഫ് മെയ്ഡ് ബട്ട് ഹാസ് ലോട്ട് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഓൺ ദെയർ പേരൻസ്, അവർക്കും ഈ ഫുൾ ട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സ്റ്റക്ക് ആവാൻ ഭയങ്കര എളുപ്പമാണ്, പല പാറ്റേൺസും ഉണ്ടാവാൻ എളുപ്പമാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയാ അപ്പോൾ വർക്ക് ചെയ്യുക? ഹൗ ഡു യു വർക്ക് ഓൺ ഇറ്റ്? എല്ലാവരും യുണീക്കാണ്. എവ്രിബഡി ഈസ് യുണീക്ക്. അതായത് ഇറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ പോലെയാണ്. മോർ ദൻ ട്രയൽ, ഇറ്റ്സ് ലൈക്ക്
നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് ദാറ്റ് വി ഉണ്ട്. ഫോളോ. സോ Okay. ഫസ്റ്റ് വിൽ ബി ലൈക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ബോദർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. സെക്കൻഡ് വിൽ ബി ലൈക്ക് എന്നെ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പാസീവ് അഗ്രസീവ് ബിഹേവിയേഴ്സ് എന്താ, ഞാൻ പോലും അറിയാണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്ന, എന്നെ സെൽഫ് സാബട്ടാജ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്താ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എന്താണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ? എല്ലാവർക്കും ഉണ്ട്, എനിക്കിടക്കും ഉണ്ട്. അതായത് എൻ്റെ ആഗ്രഹം ഞാൻ സക്സസ്ഫുൾ ആവാന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യും അവസാനം കൊണ്ട് കാലടിക്കാൻ. ദാറ്റ് ഇസ് മൈ പാസീവ് അഗ്രഷൻ. ഒരു കുഞ്ഞ് അച്ഛനമ്മയും തല്ലുകൂടുന്ന സമയത്ത് ആദ്യം പേടിക്കും, പിന്നെ ദേഷ്യം വരും. ആ കുട്ടിക്ക് അവിടെ പ്രകടിക്കാനുള്ള സ്പേസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത റൂമിൽ പോയിട്ട് നല്ല വോളത്തിൽ ടി വി വയ്ക്കും. ഇറ്റ് ഇസ് പാസീവ് അറ്റ് അഗ്രസീവ്. അവൻ അവിടെ എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ട്. വേറൊരു കുട്ടി അച്ഛൻ തന്നെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തല്ലുമായിരുന്നു, അടിച്ചടിച്ച് തല്ലുമായിരുന്നു. അവൻ അപ്പോൾ ആ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാ പ്രോബ്ലംസും കറക്റ്റായിട്ട് ചെയ്യും. ദ മൊമെൻറ്റ് എക്സാം ഹാളിൽ പോകുന്നു, മറന്നു പോകുന്നു, ബ്ലാങ്ക്. ചില കുട്ടികൾ പർപ്പസ്ഫുള്ളി ചെയ്യും, ചില കുട്ടികൾ മറന്നടക്കം പോവും. ഇറ്റ് ഇസ് മൈ പാസീവ്. എന്നെ അച്ഛൻ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യും അച്ഛൻ? വാട്ട് വിൽ യു ഡു? ദാറ്റ് ഇസ് മൈ പാസീവ് അഗ്രഷൻ. പക്ഷെ ഈ കുട്ടി മറന്നു പോവാണ്. അവനിങ്ങനെ ചെയ്യുമ്പോൾ അവനാണ് മാർക്ക് കുറയുന്നത്, അവനാണ് തോൽക്കുന്നത്. ഹീസ് ഗെറ്റിംഗ് സ്റ്റക്ക് വിത്ത് ദ ആങ്കർ ടുവേർഡ്സ് മൈ ഫാദർ. റീസെൻറ്റ് കേസ് ഞാൻ പറയാം. 10th എക്സാമിന് വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ പാസ്സായിട്ടുണ്ടെങ്കിൽ നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം. പക്ഷെ നീ പാസ്സായാൽ മാത്രം പോരാ, 94% വേണം. അവന് എന്ത് ചെയ്താൽ പഠിക്കാൻ പറ്റില്ല. പ്രോക്രാസ്റ്റിനേഷൻ. ദാറ്റ്സ് പാസീവ് അഗ്രഷൻ. കാരണം അവൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് 94% എനിക്ക് വേണം, എന്ത് ചെയ്ത് കിട്ടും. പക്ഷെ ഇത് ഇരിക്കുമ്പോൾ എനിക്ക് ആ ബേർഡൻ ഓഫ് എക്സ്പെക്റ്റേഷൻ, അതൊരു അഗ്രഷൻ ആവുക. അവൻ പഠിക്കില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ പാസീവ് അഗ്രഷൻ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഇഫ് യു കമ്മിങ് ഫോർ തെറപ്പി ഐ ടെൽ യു വാട്ട് ഈസ് യുവർ പാസീവ്. അപ്പോൾ വാട്ട് ഈസ് യുവർ അതോറിറ്റി ഫിഗർ എന്ന് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇറ്റ് കുഡ് ബി വൺ ഓഫ് യുവർ പേരൻ്റ് ആയിരിക്കാം, പ്രിൻസിപ്പൾ ആയിരിക്കാം. അപ്പോൾ അവരോട് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് കണ്ടുപിടിക്കും നമ്മൾ. അപ്പോൾ ചിലർ പറയും എന്നെ മനസ്സിലാക്കിയില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ എന്നെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഷെയിം ചെയ്തെന്നായിരിക്കും. ഇതേ കുട്ടി ഇതേ ഇൻസിഡൻറ്റ് ഓഫീസിൽ പോയാലും ചെയ്യും. അപ്പം അന്ന് എന്താ ചെയ്ത്? ഓടിപ്പോയി, ഇന്ന് റിസൈൻ ചെയ്ത് പോയി. ഇതേ കുട്ടി കല്യാണം കഴിക്കുമ്പോൾ അമ്മാനപ്പനെ സംബടിയായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും, അന്ന് എന്ത് ചെയ്തു? ഓടിപ്പോയി, ഇന്ന് ഞാൻ ഡിവോഴ്സ് ചെയ്തു. വൈ? ഇൻ ദി എൻഡ് ദ ചൈൽഡ് വാസ് നോട്ട്. അപ്പോൾ റൂട്ടിൽ പോകുമ്പോൾ എന്താ സംഭവിച്ചു? അന്ന് പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ കൂടെ നിന്നില്ല. നൗ ലുക്ക് അറ്റ് മീ ഫാദർ, ഐ എം സഫറിങ്. പക്ഷെ ആ കുട്ടി തിരിച്ചറിയുന്നില്ല കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു, അഡൽട്ടായി എന്നുള്ളത്. അങ്ങനത്തെ ഒത്തിരി പാസീവ് അഗ്രഷൻ. ലൈക്ക് ഒരു റീസെൻറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് കേസ്, ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് ഒരു കേസ് പോലെ ഡിസ്കസ് ചെയ്തതാണ്. സോ പാസീവ് അഗ്രഷൻ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഹസ്ബൻഡ് ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നു. സൈക്കിളിൻ്റെ ഫസ്റ്റ് റൈഡിൽ ആ കുട്ടിയുടെ പ്യൂബിക് ബോൺ പൊട്ടി, ഒരു ആക്സിഡൻ്റ് ആയിട്ട്. റൂട്ടിൽ പോയപ്പം വളരെ ചെറുപ്പത്തിൽ അനിയന് സൈക്കിൾ വാങ്ങിച്ചപ്പോൾ 1 കിലോമീറ്റർ ഓടി അച്ഛൻ്റെ പിന്നാലെ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരുമെന്ന്. വാങ്ങിച്ചു തന്നില്ല. ഇന്ന് ആ കുട്ടി സൈക്കിൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് പ്യൂബിക് ബോൺ പൊട്ടി, നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. വെരി റെയർ കേസസ്. അത്രയും പവർഫുള്ളാണ് നമ്മുടെ മൈൻഡ്. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് ഞാൻ എവിടെ എത്തുന്നില്ല? ബിക്കോസ് ഓഫ് മൈ പാസീവ് അഗ്രഷൻ. അപ്പോൾ നമ്മൾ അവെയർനെസ്സിൽ വരണം. ലൈക്ക് ഐ സെഡ്, എൻ്റെ കേസ് എനിക്ക് എൻ്റെ അമ്മയോടായിരുന്നു അല്ലേ, അമ്മ നോക്കിയില്ല ഓൾ ഓഫ് ദാറ്റ്. എൻ്റെ പാസീവ് അഗ്രഷനായിരുന്നു, ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല, ഞാൻ ജോലി ചെയ്യില്ല. പക്ഷെ ആരാ കഷ്ടപ്പെട്ട? ഞാൻ. സോ ഐ വെൻറ്റ് ബാക്ക് ആൻഡ് എന്തെനിക്ക് പറ്റിയത്? ആ സമയത്ത് എനിക്ക് അമ്മ വേണമായിരുന്നു. അപ്പോൾ ആസ് എ തെറപ്പിസ്റ്റ് ഞാൻ ചൈൽഡിനെ അമ്മയായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. അപ്പം ദെൻ ഐ വിൽ ടെൽ, ദിസ് വാസ് യുവർ ചൈൽഡ് ഹു ഡിസൈഡഡ് ഇറ്റ്. ആസ് എ അഡൾട്ട് ഡു യു വോണ്ട് ടു സ്റ്റിൽ കണ്ടിന്യൂ ജഡ്ജിങ് ഹർ? കാരണം അമ്മ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. നൗ ഡു യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് വെരി മിറാക്കുലസ്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. 34 വയസ്സ് വരുന്നു, 40, ഏകദേശം ആ റേഞ്ചിലുള്ള പേരൻറ്റിനായിരിക്കും ആ ജഡ്ജ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാവുക. സോ യു വിൽ ഗെറ്റ് ഈക്വലി സ്റ്റക്ക് ലൈക്ക് ദ വേ യുവർ പേരൻറ്റ് വാസ് സ്റ്റക്ക്.
ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ സിനാരിയോസ് ഒക്കെ വരുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ മൈൻഡ്. നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അറിയാണ്ട് പോലും നമ്മളിങ്ങനെ വെറുതെ ജീവിക്കുമ്പോൾ വി ആർ ലിറ്ററലി റീലിവിങ് ആർ സർട്ടൺ ഇമോഷൻ. കാരണം എൻ്റെ അത്യാവശ്യമാണ് ഞാൻ വിക്റ്റിം ആവേണ്ടത്. കാരണം ബ്രെയിനിന് അറിയില്ല വിക്റ്റിം ആവുന്നത് നല്ലതാണോ തെറ്റാണോ ഗുണമാണോ ശരിയാണോന്ന് അറിയില്ല. ബ്രെയിനിന് വിക്റ്റിം ആയി കഴിഞ്ഞാൽ ഐ ഫീൽ സേഫ്. ബിക്കോസ് ഞാൻ ചെറുപ്പം മുതലേ വിക്റ്റിമാ. എനിക്ക് ജഡ്ജായിട്ടും പരിചയമില്ല, റെസ്ക്യൂറായിട്ടും പരിചയമില്ല. സോ ഐ സ്റ്റേ വിക്റ്റിം. പക്ഷെ എനിക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ലൈക്ക് യു വിൽ ഫൈൻഡ് ചിൽഡ്രൻ ഹൂസ് ഓൾവേസ് ഫാളിങ് സിക്ക്. കൈയൊടിയ കാലൊടിയ വയ്യാണ്ടാവുക. ദറ്റ്സ് ദെയർ ക്രൈ ഫോർ അറ്റൻഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന. പക്ഷെ ഒരു തരത്തിലും നമുക്ക് ഡോക്ടർമാർക്ക് ഒന്നിനും കൂടെ ദിൽ സെൻഡ് ടു അസ്. ഞാൻ പറയും വാട്ട് ഹാപ്പൻ ടു യു. അപ്പോൾ അവർ പറയും എനിക്ക് വയ്യ ഡോക്ടറെ. ഒക്കെ പറയും സംസാരിക്കും. എന്നിട്ട് എന്താ പറ്റുക വയ്യാണ്ടാവുമ്പോൾ അമ്മ ലീവ് എടുക്കും. ഓ അമ്മ ലീവ് എടുക്കുമ്പോൾ അപ്പം അമ്മ എൻ്റെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ അമ്മ കൂടെ ഇരിക്കില്ല. ഇല്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പ്രിൻസിപ്പൾ കംപ്ലൈൻറ്റ് ചെയ്ത് മടുത്ത് പേരൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇവനെ കൊണ്ട് പറ്റുന്നില്ല, എന്തോ ബിഹേവിയർ ഇഷ്യൂ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഐ സ്പോക്ക് ടു ഹിം. സോ ഐ സെഡ് പേരൻസ് ഒരുമിച്ചിരിക്കുന്നത് പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൻ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല, സബ് കോൺഷ്യസ്ലി. സോ ഐ ടോൾഡ് നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ. അപ്പോൾ അവർ പറഞ്ഞു അതെ പക്ഷെ ഇതിങ്ങനെ ഒരു എഫക്റ്റ് ചെയ്യുക, പക്ഷെ ദിസ് ഇസ് ഹൗ ഈസ് ഡൂയിങ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് സിനാരിയോ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴല്ല ലാസ്റ്റ് ടൈം വിളിച്ച്, ഈ സിനാരിയോയിലല്ല ലാസ്റ്റ് ടൈം വിളിച്ച്, ഇപ്പോഴൊക്കെ അവന് വേണമായിരുന്നു നിങ്ങളെ. സോ നോ യുവർ മൈൻഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ വാട്ട് ആം ഐ ഡൂയിങ്. എൻ്റെ നല്ല വശം അറിയണം, ചീത്ത വശം അറിയണം. ഞാൻ തന്നെയാണ് എൻ്റെ ഗോഡെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ ഡെവിളും. ദാറ്റ് ഐ നീഡ് ടു നോ. ബാക്കി ആരുമല്ല. സോ മെൻ്റൽ ഹെൽത്ത് ഈസ് യുവർ 100% റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ ടു ബി വിക്റ്റിം. കുറച്ച് ആയിക്കോ. ഇറ്റ് ഈസ് ഓക്കെ ടു ബി ജഡ്ജ് ആയിക്കോ. പക്ഷെ ബി അവെയർ. എന്ത് വേണമെങ്കിലും നമുക്ക് ആർക്കും ആവാൻ പറ്റുന്ന പോലത്തെ എക്സാമ്പിൾസ് നമ്മൾ മുന്നിൽ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരാളെ വിളിക്കുന്ന കാര്യം ആലോചിച്ചാൽ പോലും നമ്മൾ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുമോ? അല്ലെങ്കിൽ നമ്മൾ അവരെയൊക്കെ വിളിക്കാൻ നമ്മളായോ? ഇപ്പോൾ നൗ ഐ എം ജസ്റ്റ് തിങ്കിങ് അബൌട്ട് എൻ്റെ പോഡ്കാസ്റ്റിൽ എന്താ പറയുക, നമുക്ക് മമ്മൂക്കേനെ വിളിക്കണം. മമ്മൂക്കേനെ അറിയാവുന്ന ആളാണെങ്കിൽ പോലും ഐ ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ്. ഐ ഫീൽ ഞാൻ അത്ര വലുതായോ എന്ന് തോന്നും. ഇതിനെ നമ്മൾ യൂഷ്വലി ലിമിറ്റഡ് ബിലീഫ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഈ ലിമിറ്റിംഗ് ബിലീഫ് എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് ടു ടേക്ക് തെറപ്പി ആൻഡ് സ്വയം തിരിച്ചറിയണം എന്നെ തന്നെ എങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി കുറച്ച് സമയം വേണം. ഒരു പേപ്പർ എടുക്കുക, ഒരു ബ്ലാങ്ക് പേപ്പർ. എൻ്റെ പേര് എഴുതുക, എൻ്റെ അച്ഛൻ അമ്മ, അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ പേരൻസിൻ്റെ പേര് എഴുതുക, അതിൻ്റെ അപ്പുറത്തൊരു ജനറേഷനെ കൂടി പേര് എഴുതി നോക്കുക. എന്തൊക്കെ കോമൺ പാറ്റേൺസാണ് ഞാൻ ഇവരിൽ നിന്ന് എടുക്കുക. പലപ്പോഴും ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. സോ ഐ റിയലൈസ് ഇപ്പം ഐ ഹാവ് ഹേർഡ് ലൈക്ക് ഐ സെഡ് നോ, ഒരാൾ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞു കാശ് വന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരിയാവും. സോ അസുഖം വരും. സോ ഇറ്റ് കെയിം ഫ്രം ഹിസ് father got it from grandfather. സെയിം പാറ്റേൺ. സോ I'll ask you ഫാറ, അങ്ങനെ ഇവിടെ കേട്ടിട്ടുള്ളത്? നമ്മൾ അതിനായിട്ടില്ല എന്നല്ലേ, എവിടേക്കൊക്കെയോ കേട്ടിട്ടുണ്ടാവും ഫോർ ഷുവർ. And how do you feel when you're in that juncture I should call, പക്ഷെ എനിക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ താൻ എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര നല്ല ഫീലിംഗ് അല്ലല്ലോ എന്തായാലും അങ്ങനെ ആലോചിക്കുമ്പോൾ. പിന്നെ അതായത് ആ വിശ്വാസത്തിന് അത് ഭയങ്കര സ്ട്രോങ്ങും ആണ് എന്നുള്ളതാ. അതായത് ഞാൻ അതിനുള്ള റീസൺസ് ഇങ്ങനെ തരുമോ, ഞാൻ തുടങ്ങിയിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഞാൻ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് മമ്മൂക്കേനെ വിളിക്കുന്ന കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, മമ്മൂക്ക ഇപ്പം മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ്റെ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വിളിച്ചാൽ മമ്മൂക്ക അപ്പോൾ അയ്യോ ഇല്ല ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അയ്യോ പിന്നെ എങ്ങനെ ഞാൻ വീണ്ടും എന്തെങ്കിലും ചോദിക്കും മമ്മൂക്കയുടെ അടുത്ത്. വാട്ട് ഇഫ് ഈ ഫീൽ ഐ എം എന്താ പറയുക ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ സൗഹൃദം വി ഹാവ്, അങ്ങനെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ?
ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദോ ചിലപ്പം ചോദിച്ചാൽ വരുമായിരിക്കും, ചിലപ്പോൾ വരൂലായിരിക്കും. ദാറ്റ്സ് സംതിങ് എൽസ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ റീസൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദോ ഇങ്ങനെയുള്ളൂ, അത് വരാൻ വഴിയില്ലായിരിക്കും, വെറുതെ ചോദിച്ചിട്ട് നീ നാളെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ തോന്നണേ? എന്നാലും വിളിക്കായിരുന്നു തോന്നി. എന്നിട്ട് വിളിച്ചോ? ഇല്ല. വിളിക്കാണ്ടിരിക്കുന്ന ഫറേനെ കുറിച്ച് ഫറ എന്ത് ചിന്തിക്കുന്നു? അതങ്ങനെ പ്രത്യേകിച്ച് അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ എന്റെ മനസ്സിലാവും, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, അല്ല വിളിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ശരിയാകുമ്പോൾ ഞാൻ വിളിക്കും, അങ്ങനെ വിചാരിക്കും. അപ്പോൾ what do you think about yourself? What do you feel about yourself? ചില സമയത്തേക്ക് തോന്നും ഐ ഹാവ് ടു റീച്ച് there so that I can call him, അങ്ങനെ But വിചാരിക്കും. that means you have not reached. Yeah. So when you realize you have not reached, how is it for അത് you? ഭയങ്കര പോസിറ്റീവ് അല്ല. What is that feeling? അത് When I am not reached. ഇറിറ്റേഷൻ ആണ്, Irritation, ഫ്രസ്ട്രേഷൻ ആണ്. So ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഫീൽ ചെയ്യുമ്പോൾ what do you do? ഡിസ്ട്രാക്ട്. How do you distract? സിനിമ കാണുക. Coping mechanism. That's how we സിനിമ സിനിമ പിന്നെ പുറത്തു പോവാ. പിന്നെ ഇന്റർവ്യൂസ്, ഇതേപോലെ ഇന്റർവ്യൂസ് കാണാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കാണാം, അപ്പോൾ എൻ്റെ ചിന്ത മാറുമല്ലോ. അതൊക്കെ ചെയ്തു. Then you coming back to say മമ്മൂക്കനെ വിളിക്കാൻ പറ്റില്ല. How do you feel? Same. Then that become that pattern. What do you feel? Put into words. I'll feel the same, like irritated, frustrated. You അല്ലെങ്കിൽ feel I'm not good enough. I'm small. Now, hypnosisലാണെങ്കിൽ ഞാനൊരു പടി ഇത് എപ്പോഴും മുൻപ് കേട്ടിട്ടില്ല, അങ്ങനെ ചോദിക്കും അല്ലേ? ആരാ പറഞ്ഞേ? കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. അതായത് someone have told, maybe made me feel that you're small, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. And then you will understand, ഇന്നിരിക്കുന്ന ഫറയല്ല ഇത് ചിന്തിക്കുന്നത്. It's all those children. And now you got your coping mechanism. That's how you distract. അപ്പോൾ അതും മാനേജ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് സീരീസ് ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. What am I running from? അറിയാണ്ട് എനിക്ക് എവിടെ നിന്നൊരു അഡിക്ഷൻ വരുന്നുണ്ട്. സീരീസ് ഒക്കെ വായിക്കുന്നു, അറിയാണ്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഫോൺ ഇങ്ങനെ ഒത്തിരി കേൾക്കുന്നു, ഞാൻ അറിയാണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒത്തിരി സിനിമ ഞാൻ കാണുന്നുണ്ടല്ലോ. That is I'm running away from something. What will I do as a therapist? I'll make you sit. What's wrong in being not good enough? എന്ന് ചോദിക്കും. അല്ല, I'll make you sit with. That's a different process altogether. ഞാൻ പറയും അതിനിപ്പോൾ എന്താ, എനിക്ക് എത്തിയിട്ടില്ല എന്ന് സ്വയം വിവരം വന്നു, അതിനിപ്പോൾ എന്താ. And then a little push, കുറച്ച് പ്രോസസ്സ് ഉണ്ട് which I can't fully explain through podcast. And then at some point you'll be like, okay, whatever it is, I'm gonna just write that letter to Mamuka. Right. What if he replies? What if he replies? And if he doesn't also, you did it. You broke your pattern. That's the matter. Mamuka replies ചെയ്തൊന്നും അല്ല, പാറ്റേൺ ബ്രേക്ക് ആയോ. ഇനിയിപ്പോൾ മമ്മൂക്കിനെ താഴെ ആളെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? Done. വലിയ കടമ്പ തീർന്നില്ലേ? But I'll sit with you through that. So because we are all interconnected. ഈ റൂമിലിരിക്കുന്ന എല്ലാവരും interconnected ആണ്. നമ്മുടെ ഈവൻ ബിഫോർ ഐ കെയിം ഹിയർ എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഈ ടീമുണ്ട് അല്ലേ, ആ സബ് കോൺഷ്യസ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഓൾറെഡി. You didn't get connected with so many people, did you? താൻ വിളിച്ച ആൾക്കാർ, താൻ കണക്ട് ചെയ്ത ആൾക്കാരെ. ബിക്കോസ് ആ സബ് കോൺഷ്യസിൽ എന്തോ ഒരു ഫെമിലിയാരിറ്റി ഉണ്ട്. ഐ മൈറ്റ് ബി ലുക്കിംഗ് ലൈക്ക് സംബഡി യു നോ ഓൾറെഡി. ഈ സംസാരത്തിൽ എവിടെയോ എനിക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ട്. ലൈക്ക് എ സെറ്റ്, ബ്രെയിൻ ഓൾവേസ് വർക്ക്സ് ത്രൂ ഫെമിലിയർ ഫീൽ. അല്ലാതെ നമ്മൾ എത്തില്ല. സോ ഈവൻ ബിഫോർ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സംസാരിക്കുന്നേക്കും സബ് കോൺഷ്യസ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബേസിക്കലി ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സിറ്റ് വിത്ത് ഇറ്റ്. യു ഹാവ് ടു നോ. ലൈക്ക് ഞാൻ പറഞ്ഞത്, ഈ പ്രോസസ്സ് ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റക്ക്? വാട്ട് ആം ഐ റണ്ണിങ് അവേ ഫ്രം? ഡു ഐ ഫീൽ എനിക്ക് ഞാൻ കരിയറിൽ നല്ലതല്ല, റിലേഷൻഷിപ്പിൽ നല്ലതല്ല, ഞാൻ സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര മോശമാണ്, ഞാൻ പേഴ്സണൽ ഗോൾസ് ഇല്ലാത്തൊരു മനുഷ്യനാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയാണ്, എഴുതാൻ പറ്റില്ലല്ലോ ആൾക്കാർക്ക്. റൈറ്റ്. എന്നാൽ ഓരോ സാധനവും ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയത്, വാട്ട് ഡസ് ദിസ് റിമൈൻഡ് മീ ഓഫ്? യൂഷ്വലി ഇത് മുകളിൽ തന്നെ വരിക. ബിക്കോസ് നമ്മളൊക്കെ മിറർ ന്യൂറോൺസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ്.
നമ്മൾ കാണുന്നത് തന്നെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. സോ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛന് ഒരു ബിസിനസ്സിൽ ലോസ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈ ചാൻസസ് ഐ നെവർ ഡു ബിസിനസ്. അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ റിസ്ക് എടുക്കില്ല. ഐ എം ഫോളോയിങ് മൈ ഫാദർ because I have kept a judgment there. Because my father was unsuccessful dealing with money, I will not. But he might be very good at it. പക്ഷെ ആ സ്പേസ് എത്തുമ്പോൾ വളരില്ല. അതൊക്കെ നമ്മുടെ സ്റ്റക്ക് ഇസ് എ വെരി ഗുഡ് തിങ്. ബ്ലോക്ക് ഇസ് എ വെരി ഗുഡ് തിങ്. ദാറ്റ് ടെൽസ് യു എ സ്റ്റോറി അബൌട്ട് യു ദാറ്റ് യു നീഡ് ടു നോ നൗ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ സർഫസ് ലെവലിൽ മാത്രം ഹിപ്നോതെറാപ്പി 3 ദിവസത്തെ ക്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ മാത്രം അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു. അത് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ ഒട്ടും സജസ്റ്റബിൾ അല്ല, എന്നെ ഇതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആളായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം, നമ്മൾ കുറച്ച് ലൂസൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഞാൻ വീണ്ടും ഇതൊക്കെ പിക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഏരിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് റോസ്മിന് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ, ഒത്തിരി പേരെ ജീവിതം ടച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ വെരി മച്ച് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ക്ഷണിച്ചതിന്. ലൈക്ക് നമ്മുടെ ഇനീഷ്യൽ കോൺവെർസേഷൻ ഭയങ്കര സ്പാർക്ക്ഫുള്ളായിരുന്നു. വെരി റീസൺ ഐ സെറ്റ് ഞാൻ ഈ സ്പേസിലേക്ക് വന്നതിൻ്റെ റീസൺ, ഞാനും ഇതിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ഞാൻ ഒത്തിരി ജഡ്ജ്മെൻറ്റ്സ് വെച്ചിരുന്ന ഒരാളാണ്. പലരെയും പല കാരണത്താൽ ഞാൻ എൻ്റെ പേരൻസിനെ മാത്രമല്ല പലരെയും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ റിയലൈസ്ഡ് അവരും മനുഷ്യന്മാർ മാത്രമായിരുന്നു. അവരവരുടെ ബെസ്റ്റാണ് എല്ലാ ദിവസവും ചെയ്തത്. ഈ സ്പേസിൽ നിന്നപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എവിടേക്കായിരുന്നു സ്റ്റക്ക് അതെന്നൊക്കെ മാറി. So then I realized everybody should get a bit of this. So may this platform ഒത്തിരി പേർക്ക് ആ ഫ്രീഡം ലിബറേഷൻ കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.